ടേൺസും 100 cm² ഏരിയയുമുള്ള ഒരു കോയിലിൻ്റെ പ്ലെയിനിന് നോർമലായി 10 ടെസ്ല സ്ട്രെങ്ത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ട് ഈ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും കോയിൽ റിമൂവ് ചെയ്താൽ അതിനകത്തുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഈ കോയിൽ മാഗ്നറ്റിക് ഫീൽഡിലാണുള്ളത്. അപ്പോൾ കോയിലുമായിട്ട് ബന്ധപ്പെട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകും. അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഏരിയ ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ്, പെർപെൻഡിക്കുലർ ആയതിനാൽ BAN, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഏരിയ ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ്. ഇനി കോയിലിനെ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കോയിലിലെ മാഗ്നറ്റിക് ഫ്ലക്സ് 0 ആയിരിക്കും. നേരത്തെ റിമൂവ് ചെയ്യുന്നതിന് മുന്നേയുള്ള ഫ്ലക്സ് BAN, ആഫ്റ്റർ റിമൂവൽ ഫ്ലക്സ് 0. അങ്ങനെ വന്നാൽ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് BAN തന്നെ വരും. അതിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇൻഡ്യൂസ്ഡ് EMF കിട്ടും. BAN ഡിവൈഡഡ് ബൈ T. 100 cm², സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് ഏരിയ വന്നിട്ടുള്ളത്. 10⁻⁻⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മീറ്റർ സ്ക്വയർ ആക്കി മാറ്റണം. ബാക്കിയെല്ലാം ചോദ്യത്തിലുണ്ട്. സിംപ്ലിഫൈ ചെയ്താൽ 50 വോൾട്ട് എന്ന് കിട്ടും. ഇനി മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും റിമൂവ് ചെയ്തു എന്ന് പറയുന്നതിന് പകരം ചില ചോദ്യങ്ങളിൽ ഇതുപോലെ കോയിലിലെ നമ്പർ ഓഫ് ടേൺസ്, ഏരിയ, മറ്റു കാര്യങ്ങളെല്ലാം തന്ന് കോയിലിലേക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു എന്ന് പറയും. റിമൂവ് ചെയ്തു എന്നുള്ളതിന് പകരം മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു, ഇൻഡ്യൂസ്ഡ് EMF എത്ര. അങ്ങനെ വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫ്ലക്സ് 0, മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തതിന് ശേഷം ഫ്ലക്സ് BAN, ചേഞ്ച് ഇൻ ഫ്ലക്സ്, ആ കേസിലും BAN എന്ന് വരും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന കേസിലും മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് കോയിൽ റിമൂവ് ചെയ്യുന്ന കേസിലും അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്വിച്ച് ഓഫ് ആക്കുന്ന കേസിലും എല്ലാം ഒരുപോലെ തന്നെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് BAN ആയിരിക്കും. അതിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇൻഡ്യൂസ്ഡ് EMF കിട്ടും. ഇനി മൂന്നാമതൊരു ടൈപ്പ് ചോദ്യം, ഇതേപോലെ കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ്, ഏരിയ, മറ്റു കാര്യങ്ങളെല്ലാം തന്ന് മാഗ്നറ്റിക് ഫീൽഡ് റിവേഴ്സ് ചെയ്തു എന്ന് പറയും. അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് റിവേഴ്സ് ചെയ്തു എന്ന് പറയും. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡോ കറണ്ടോ റിവേഴ്സ് ചെയ്തു എന്നാണ് പ്രോബ്ലത്തിലെങ്കിൽ റിവേഴ്സ് ചെയ്യുന്നതിന് മുന്നേയുള്ള ഫ്ലക്സ് BAN, റിവേഴ്സ് ചെയ്തതിന് ശേഷമുള്ള ഫ്ലക്സ് ആദ്യത്തതിൻ്റെ ഓപ്പോസിറ്റ് സെൻസിൽ BAN. അപ്പോൾ ചേഞ്ച് ഇൻ ഫ്ലക്സ് BAN മൈനസ് BAN ടു BAN എന്ന് വരും. ചുരുക്കത്തിൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് BAN, മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് BAN, മാഗ്നറ്റിക് ഫീൽഡ് റിവേഴ്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് ടു BAN. അതിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇൻഡ്യൂസ്ഡ് EMF കിട്ടും. രണ്ടാമത്തെ ചോദ്യം, ഒരു ബ്രാസ് ഡിസ്ക് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനകത്തുണ്ടാകുന്ന EMF തന്നിട്ടുണ്ട്. ഫ്ലക്സ് ഡെൻസിറ്റി കണ്ടെത്താനാണ്. ഫ്ലക്സ് ഡെൻസിറ്റി എന്നുള്ളത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് B. മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള ഇൻഡ്യൂസ്ഡ് EMF കണ്ടെത്താൻ E = 12 BR² ω എന്ന ഇക്വേഷനാണ്. ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ B = 2E ഡിവൈഡഡ് ബൈ R² ω എന്ന് കിട്ടും. EMFൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. മില്ലി വോൾട്ടിലാണ്. 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വോൾട്ടിലേക്ക് മാറ്റണം. റേഡിയസ് സെൻറ്റിമീറ്ററിലാണ്. 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മീറ്ററിലേക്ക് മാറ്റണം. മറ്റൊരു കാര്യം, ഒമേഗ തരുന്നതിന് പകരം 2400 RPM എന്നാണ് തന്നത്. റൊട്ടേഷൻസ് പെർ മിനിറ്റ്. അതിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റൊട്ടേഷൻസ് പെർ സെക്കൻഡ് കിട്ടും. അതായത് ഫ്രീക്വൻസി കിട്ടും. അങ്ങനെ ഫ്രീക്വൻസി കണ്ടെത്തി 2π ഇൻറ്റു ഫ്രീക്വൻസി കണ്ടാലേ ഒമേഗയാകും. അപ്പോൾ നമ്മൾ ഒമേഗ കണ്ടെത്തണം. ഇക്വേഷൻ എന്താണ്? 2π ഇൻറ്റു ഫ്രീക്വൻസി. ആദ്യം ഫ്രീക്വൻസി കാണണം. എങ്ങനെ? RPMനെ RPS ആക്കി മാറ്റണം. 60 കൊണ്ട് ഡിവൈഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ 0.012 ടെസ്ല എന്ന് കിട്ടും. മൂന്നാമത്തെ ചോദ്യം, ഒരു കോയിലാണ്, 1000 ടേൺസ് ഉണ്ട്. 2 ആമ്പിയർ കറണ്ട് ഒരു കോയിലിലൂടെ കടത്തി വിട്ടപ്പോൾ
ഓരോ ടേണിലും ഉണ്ടായ മാഗ്നറ്റിക് ഫ്ലക്സിലെ ചേഞ്ച് 10⁻³ വെബറാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം 10⁻³ വെബർ ഇൻ ഈച്ച് ടേൺ. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് കണ്ടെത്തേണ്ടത്. മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ ടോട്ടൽ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ കറൻറ്റ് നമ്പർ ഓഫ് ടേൺസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഫ്ലക്സ് പെർ ടേൺ ആണ് തന്നത്. ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് ചെയ്താലേ ടോട്ടൽ ഫ്ലക്സ് കിട്ടൂ. കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 0.5 ഹെൻറി എന്നാണ് ആൻസർ വരിക. നാലാമത്തെ ചോദ്യം, ഒരു കോയിലിലെ കറണ്ട് 10 ആംപിയറിൽ നിന്ന് 15 ആംപിയറായി മാറാൻ 0.01 സെക്കൻഡ് എടുക്കുന്നു. അങ്ങനെ കറണ്ടിൽ ചേഞ്ച് വരുന്നപ്പോൾ ഇൻഡ്യൂസ് ചെയ്ത EMF 0.5 വോൾട്ടാണ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഒരു കോയിലിലെ കറണ്ടിൻ്റെ ചേഞ്ചും അതിന് വേണ്ട സമയവും തന്നിട്ടുണ്ട്. നൈബറിംഗ് കോയിലിൽ കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടായ EMFൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് കണ്ടെത്തേണ്ടത്. മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF കണ്ടെത്താനുള്ള ഇക്വേഷൻ M×di/dt എന്നുള്ളതാണ്. ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ M = E×dt/di എന്ന് കിട്ടും. EMF × ടൈം ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ കറൻറ്റ് 10⁻³ ഹെൻറി എന്നാണ് ആൻസർ. അഞ്ചാമത്തെ ചോദ്യം ഒരു റെക്ടാങ്കുലർ കോയിലിനെ പറ്റിയാണ്. അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. 8 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്ററും. ആ കോയിൽ ചെറിയൊരു ഗ്യാപ്പുണ്ട്. ഈ കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും പുറത്തേക്ക് പോകുന്നതായിട്ടാണ് പറയുന്നത്. അത് 2 കേസിൽ പുറത്തേക്ക് പോകുന്നതായിട്ട് ചോദ്യത്തിൽ പറയുന്നുണ്ട്. ആദ്യം ഈ സ്ക്രീനിൽ കാണുന്ന പോലെ റെക്ടാങ്കുലർ കോയിൽ നമ്മൾ സങ്കല്പിക്കുക. ആ റെക്ടാങ്കുലർ കോയിലുള്ള സ്ഥലത്ത് മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളൂ. ഈ കോയിൽ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ആദ്യ ചിത്രത്തിൽ കാണുന്ന പോലെ വലതുവശത്തേക്ക് നീങ്ങിയാൽ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് പുറത്തേക്ക് പോകും. അപ്പോൾ നമ്മൾ പറയും കോയിലിൻ്റെ വെലോസിറ്റി ലോങ്ങർ സൈഡിന് പെർപെൻഡിക്കുലറാണ് എന്ന്. ഞാൻ ബ്ലൂ നിറത്തിൽ ആരോ ഇട്ടതാണ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. അത് ലെങ്ത് കൂടിയ സൈഡിന് പെർപെൻഡിക്കുലറാണ്. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്ന പോലെയാണ് താഴേക്ക് മൂവ് ചെയ്തിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് എങ്കിൽ നമുക്ക് പറയാം കോയിലിൻ്റെ വെലോസിറ്റി ഷോർട്ടർ സൈഡിൻ്റെ ലെങ്ത്തിന് പെർപെൻഡിക്കുലറാണ്. ഒന്നുകൂടി, റെക്ടാങ്കുലർ കോയിൽ, ആ കോയിൽ ഇരിക്കുന്ന സ്ഥലത്ത് മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളൂ. ആ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് കോയിൽ പുറത്തേക്ക് പോകുന്നു 2 വിധത്തിൽ. ഒന്ന്, വെലോസിറ്റി ലെങ്ത് കൂടിയ സൈഡിന് പെർപെൻഡിക്കുലറായിട്ട്. രണ്ടാമത്തത് വെലോസിറ്റി ലെങ്ത് കുറഞ്ഞ സൈഡിന് പെർപെൻഡിക്കുലറായിട്ട്. ഈ 2 കേസിലും മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരുന്നതിനാൽ ഇൻഡ്യൂസ്ഡ് EMFും ഇൻഡ്യൂസ്ഡ് കറണ്ടും ഈ കോയിലിൽ ഉണ്ടാകും. ഇനി ഇൻഡ്യൂസ്ഡ് EMF ആണ് കണ്ടെത്താനുള്ളത്. ഉപയോഗിക്കേണ്ട ഇക്വേഷൻ E = BLV എന്നുള്ളതാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു വെലോസിറ്റി. ആദ്യ കേസിൽ ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത് ലോങ്ങർ സൈഡിൻ്റെ ലെങ്ത്താണ്. 8 സെൻറ്റിമീറ്റർ എന്നാണ് എടുക്കേണ്ടത്. വെലോസിറ്റി സെൻറ്റിമീറ്റർ/സെക്കൻഡിലാണ്. അതിനെ മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. E = BLV എന്ന ഇക്വേഷനിൽ ഉപയോഗിക്കേണ്ട ലെങ്ത്ത് വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലറായി വരുന്ന സൈഡിൻ്റെ ലെങ്ത്താണ്. രണ്ടാമത്തെ കേസിൽ E = BLV എന്ന ഇക്വേഷൻ തന്നെയാണ്. അവിടെ ഉപയോഗിക്കേണ്ട ലെങ്ത്ത് ഷോർട്ടർ സൈഡിൻ്റെ ലെങ്ത്താണ്. സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ മറക്കരുത്. ഈ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ പാർട്ട് ഓരോ കേസിലും 2 കേസ് ചോദ്യത്തിൽ പറയുന്നുണ്ട്. ഈ ഓരോ കേസിലും ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് എത്ര സമയത്തേക്കുണ്ടാകും, എത്ര സമയം നിലനിൽക്കും. നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMF നിലനിൽക്കുന്നത് ഫ്ലക്സ് ചേഞ്ച് ഉള്ളിടത്തോളം സമയം. ഇവിടെ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകുന്നത് ഈ റെക്ടാങ്കുലർ ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോഴാണ്. മുഴുവനായിട്ട് പുറത്ത് കടന്നാൽ പിന്നെ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവില്ല. മൂവ് ചെയ്യാതെ മാഗ്നറ്റിക് ഫീൽഡിന് അകത്തിരിക്കുകയാണെങ്കിലും ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവില്ല. മീൻസ് ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകുന്നത് മോഷൻ തുടങ്ങി മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് പുറത്തെത്തുന്നത് വരെ. മോഷൻ തുടങ്ങി മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് പുറത്തു കടക്കാൻ എത്ര സമയമാണോ വേണ്ടത് അത്രയും സമയത്തേക്കായിരിക്കും ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുക.
ഇനി ആദ്യ കേസിൽ, അതായത് വെലോസിറ്റി ലോങ്ങർ സൈഡിന് പെർപെൻഡിക്കുലർ ആകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും പുറത്തു കടക്കണമെങ്കിൽ ഈ കോയിൽ ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് ചെറിയ സൈഡിൻ്റെ ലെങ്ത്തിന് ഈക്വലാണ്. ഞാൻ കാണിച്ച പോലെ വലതുവശത്തേക്ക് 2 സെൻറ്റിമീറ്റർ നീങ്ങിയാൽ കോയിലിന് മാഗ്നറ്റിക് ഫീൽഡിന് പുറത്തു കടക്കാൻ പറ്റും. അപ്പോൾ 2 സെൻറ്റിമീറ്റർ നീങ്ങാൻ കോയിലിന് എത്ര സമയമാണോ വേണ്ടത് അത്രയും സമയത്താണ് ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുക, അത്രയും സമയമാണ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ലാസ്റ്റ് ചെയ്യുക. സമയം കണ്ടെത്താൻ ഡിസ്റ്റൻസിനെ വെലോസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡിസ്റ്റൻസ് 2 സെൻറ്റിമീറ്റർ എന്നാണ് ആദ്യത്തെ കേസിൽ എടുക്കേണ്ടത്. വെലോസിറ്റി 1 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സിംപ്ലിഫൈ ചെയ്താൽ 2 സെക്കൻഡ് എന്ന് കിട്ടും. ശ്രദ്ധിക്കണം, E=BLV എന്ന ഇക്വേഷനിൽ ആദ്യത്തെ കേസാണ് പറയുന്നത്. L എന്നുള്ളത് ലോങ്ങർ സൈഡിൻ്റെ ലെങ്ത്താണ്. അതേ കേസിൽ സമയം കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത് ഷോർട്ടർ സൈഡിൻ്റെ ലെങ്ത്താണ്. അതുപോലെ രണ്ടാമത്തെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും പുറത്തേക്ക് പോകണമെങ്കിൽ വെലോസിറ്റി ഷോർട്ടർ സൈഡിന് പെർപെൻഡിക്കുലർ ആയതിനാൽ ലോങ്ങർ സൈഡിൻ്റെ ലെങ്ത് എത്രയാണോ അത്രയും ദൂരം ട്രാവൽ ചെയ്താലേ കോയിലിന് മാഗ്നറ്റിക് ഫീൽഡിന് പുറത്തെത്താൻ പറ്റൂ. അപ്പോൾ ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് 8 സെൻറ്റിമീറ്റർ ആണ്. വെലോസിറ്റി 1 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ചോദ്യത്തിലുണ്ട്. സിംപ്ലിഫൈ ചെയ്താൽ 8 സെക്കൻഡ് എന്ന് ആൻസർ കിട്ടും. ഒന്നാമത്തെ ചോദ്യം, ഒരു റെക്റ്റാങ്കുലാർ കോയിലാണ്, ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. അതിൻ്റെ പ്ലെയിൻ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണുള്ളത്. ആ മാഗ്നറ്റിക് ഫീൽഡ് 0.02 ടെസ്ല പെർ സെക്കൻഡ് എന്ന രൂപത്തിൽ ഡിക്രീസ് ചെയ്യുന്നതായിട്ടും പറയുന്നുണ്ട്. 0.02 ടെസ്ല പെർ സെക്കൻഡ്. കോയിലിൻ്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. കണ്ടെത്തേണ്ടത് കോയിലിനകത്തുണ്ടാകുന്ന പവറാണ്. ഹീറ്റിൻ്റെ രൂപത്തിൽ 1 സെക്കൻഡിൽ നഷ്ടപ്പെടുന്ന എനർജിയാണ് കണ്ടെത്തേണ്ടത്. പവർ ലോസ് ഇൻ ദി ഫോം ഓഫ് ഹീറ്റ്. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ നമ്മൾ പവർ കണ്ടെത്താനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, V²/R. ഈ ചാപ്റ്ററിൽ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ സിമ്പൽ E ആണ്. അത് V ആയാലും സ്മോൾ ലെറ്റർ E ആയാലും എന്തായാലും കുഴപ്പമില്ല. ഇൻഡ്യൂസ്ഡ് EMFൻ്റെ സ്ക്വയറിനെ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പവർ കിട്ടും. പവർ കണ്ടെത്താൻ EMF² റെസിസ്റ്റൻസ്. ഇനി EMF കണ്ടെത്തുന്നത് ഇൻഡ്യൂസ്ഡ് EMF dϕ/dt ആണ്. ഫ്ലക്സ് എന്നുള്ളത് BAN, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഏരിയ ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ്. അപ്പോൾ നമുക്ക് d/dt ഓഫ് BAN എന്നെഴുതാം. ഈ ചോദ്യത്തിൽ കോയിലിൻ്റെ ഏരിയ കോൺസ്റ്റൻ്റ് ആണ്, നമ്പർ ഓഫ് ടേൺസ് കോൺസ്റ്റൻ്റ് ആണ്, മാഗ്നറ്റിക് ഫീൽഡിലാണ് വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് എയും എന്നും കോൺസ്റ്റൻ്റ് ആയതിനാൽ ഡിഫറൻസിയേഷന് പുറത്തു വരും. അപ്പോൾ d/dt ഓഫ് BAN എന്നുള്ളത് A ഇൻറ്റു N ഇൻറ്റു dB/dt. ഇതിലേക്ക് വേണ്ട dB/dt ആണ് 0.02 ടെസ്ല പെർ സെക്കൻഡ് എന്ന രൂപത്തിൽ തന്നിട്ടുള്ളത്. എന്താണ് dB/dt? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. dB എന്നുള്ളത് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഡിവൈഡഡ് ബൈ കറസ്പോണ്ടിങ് ടൈം. dB/dt മൊത്തത്തിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് ഈ ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. ഇനി ഏരിയ കാണാൻ ലെങ്ത്തിനെ ബ്രെഡ്ത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സെൻറ്റിമീറ്ററിന് മീറ്റർ ആക്കാൻ മറക്കണ്ട. നമ്പർ ഓഫ് ടേൺസ് ഇവിടെ 1 ടേണേ ഉള്ളൂ. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 1.6 ഓം എന്ന് വന്നിട്ടുണ്ട്. സിംപ്ലിഫൈ ചെയ്താൽ 6.4 ഇൻറ്റു 10⁻⁻10 വാട്ട് എന്നാണ് കിട്ടുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഒരു സർക്കുലർ കോയിലാണ്, ഡയമീറ്റർ ഉണ്ട്, നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡിനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഫ്ലക്സ് ഡെൻസിറ്റി ഓഫ് ദി ഫീൽഡ്, ഫ്ലക്സ് ഡെൻസിറ്റി എന്നാൽ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അത് 0.3 ടെസ്ലയിൽ നിന്ന് 0.5 ടെസ്ലയാക്കി മാറ്റുന്നു 5 × 10⁻³ സെക്കൻഡുകൾ കൊണ്ട്. ഇൻഡ്യൂസ്ഡ് EMF ആണ് കണ്ടെത്താനുള്ളത്. ഒന്നാമത്തെ ചോദ്യത്തിൽ ഇൻഡ്യൂസ്ഡ് EMF കണ്ടെത്തിയ അതേ മെത്തേഡ് തന്നെ, dϕ/dt, d/dt ഓഫ് BAN. എയും എന്നും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് A ഇൻറ്റു N ഇൻറ്റു dB/dt. ഏരിയ ഉണ്ട്, നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. dB/dt നേരിട്ടായിരുന്നു ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നത്. ഇവിടെ dB വേറെ dt വേറെ, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. dB എന്നുള്ളത് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു?
മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയിലുണ്ടായ ചേഞ്ച് 0.3 നിന്നും 0.5 ആക്കുന്നു. മീൻസ് 0.5 മൈനസ് 0.3 0.2 അതാണ് ചേഞ്ച്. സമയം dt 5 × 10⁻³ 200 പൈ വോൾട്ട് എന്നാണ് ആൻസർ വരുന്നത്. മൂന്നാമത്തെ ചോദ്യം ഒരു സോളിനോയിഡിൻ്റെ കാര്യമാണ്. ലെങ്ത് ഉണ്ട്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉണ്ട്, നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, കറണ്ട് ഉണ്ട്. കറണ്ട് സ്വിച്ച് ഓഫ് ആക്കുന്നു 10⁻³ സെക്കൻഡുകൾ കൊണ്ട്. ഇതിനകത്തുണ്ടായ ബാക്ക് EMF ആണ് കണ്ടെത്താനുള്ളത്. നേരത്തെ നമ്മളൊരു ചോദ്യത്തിൽ മനസ്സിലാക്കി, സ്വിച്ച് ഓഫ് ചെയ്യുന്ന കേസിലും സ്വിച്ച് ഓൺ ചെയ്യുന്ന കേസിലും മാഗ്നറ്റിക് ഫ്ലക്സിൽ ഉണ്ടാകുന്ന ചേഞ്ച് BAN ആയിരിക്കും. അപ്പോൾ BAN / T ചെയ്താൽ ഇൻഡ്യൂസ്ഡ് EMF കിട്ടും. ഇനി വേണ്ടത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ തന്നിട്ടില്ല, പകരം സോളിനോയിഡിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സോളിനോയിഡ് μ0 Ni. അപ്പോൾ ബിക്ക് പകരം μ0 Ni എന്ന് എഴുതാം. A × N μ0 Ni എന്നതിലെ N നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത് ആണ്, സ്മോൾ ലെറ്റർ n ആണ്. A × ക്യാപിറ്റൽ N ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ്. ഇനി നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത് ആയ സ്മോൾ n-നെ ക്യാപിറ്റൽ N / L എന്നെഴുതാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇക്വേഷനിൽ μ0 n² ആയി മാറും. സ്മോൾ n-നെ റീപ്ലേസ് ചെയ്ത വകുപ്പിൽ ഉണ്ടായ ക്യാപിറ്റൽ N-ഉം ഓൾറെഡി നമ്മുടെ ഇക്വേഷനകത്തൊരു ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, സ്ക്വയറായി മാറി. μ0 n² IA / L × T. ലെങ്ത് എല്ലാം സെൻറ്റിമീറ്ററിലാണ്, സെൻറ്റിമീറ്റർ മീറ്റർ ആക്കാൻ മറക്കരുത്. 6.5 വോൾട്ട് എന്നാണ് ആൻസർ വരുന്നത്. നാലാമത്തെ ചോദ്യം ഒരു ടൊറോയിഡൽ സോളിനോയിഡിനെ പറ്റിയാണ്. റേഡിയസ് ഉണ്ട്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടെത്താനാണ്. ഒരു ടൊറോയിഡൽ സോളിനോയിഡിൻ്റെയും സോളിനോയിഡിൻ്റെയും സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ സെയിം ആണ്. μ0 n² A / L. N എന്നുള്ളത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്, A ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, L എന്നുള്ളത് ടൊറോയിഡിൻ്റെ ലെങ്ത്ത്. 2π × റേഡിയസ് ചെയ്താൽ ടൊറോയിഡിൻ്റെ ലെങ്ത്ത് കിട്ടും. നമുക്കറിയാം, ഒരു ടൊറോയിഡിനെ സ്ട്രെയിറ്റൻ ചെയ്ത് വെച്ചാൽ സർക്കുലാർ ഷേപ്പിലാകുമ്പോഴാണ് അതിനെ ടൊറോയിഡ് എന്ന് പറയുന്നത്. അതിനെ നിവർത്തി വെച്ചാൽ അതൊരു സോളിനോയിഡായി മാറി. ആ റേഡിയസ് ഉള്ള ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണോ അതാണ് ടൊറോയിഡ് നിവർത്തി വെച്ചാൽ കിട്ടുന്ന സോളിനോയിഡിൻ്റെ ലെങ്ത്ത്. ചുരുക്കത്തിൽ ലെങ്ത്ത് 2π × റേഡിയസ് എന്ന രൂപത്തിൽ കണ്ടെത്തി μ0 n² A / L എന്ന ഇക്വേഷനിൽ കൊടുത്താൽ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദി ടൊറോയിഡ് കിട്ടും 4 മില്ലി ഹെൻറി. അഞ്ചാമത്തെ ചോദ്യം ഒരു പ്ലെയിൻ ഹൊറിസോണ്ടലായിട്ടാണ് മൂവ് ചെയ്യുന്നത്. വെലോസിറ്റി km/h. ഈ പ്ലെയിൻ ഹൊറിസോണ്ടലായി മൂവ് ചെയ്യുന്ന സ്ഥലത്തെ എർത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ 4 × 10⁻⁴ ആണ്. ഡിപ്പ് ആംഗിൾ 30 ഡിഗ്രിയുമാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്ഡ് ബിറ്റ്വീൻ ദി എൻഡ്സ് ഓഫ് ദി വിങ് വിച്ച് ഈസ് 30 മീറ്റർ ലോങ്. പ്ലെയിൻ ഹൊറിസോണ്ടലായിട്ടാണ് പോകുന്നത് എന്നതിനാൽ അത് എർത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റിനെയാണ് പെർപെൻഡിക്കുലറായിട്ട് കട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷനിൽ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡാണ് ഉണ്ടാവുക. ഇക്വേഷൻ E = BV LV എന്നതായിരിക്കും. ഇവിടെ വെർട്ടിക്കൽ കമ്പോണൻ്റ് അല്ല തന്നത്, പകരം എർത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ടോട്ടൽ വാല്യൂവും ഡിപ്പാങ്കിളുമാണ് തന്നത്. ട്രയാങ്കിളിലൂടെ നമുക്ക് ആ റിലേഷൻ കണ്ടെത്താൻ പറ്റും. sin θ = BV/B, BV = B × sin θ. ടോട്ടൽ കമ്പോണൻറ്റിനെ ഡിപ്പ് ആംഗിളിൻ്റെ സൈൻ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വെർട്ടിക്കൽ കമ്പോണൻറ്റ് കിട്ടും. അങ്ങനെ നമ്മൾ വെർട്ടിക്കൽ കമ്പോണൻറ്റ് കാണുന്നു. വിങ്ങിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. വെലോസിറ്റി km/h അതിനെ m/s ആക്കി മാറ്റി ഉപയോഗിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും 0.27 വോൾട്ട് എന്നാണ് കറക്റ്റ് ആൻസർ. ഒന്നാമത്തെ ചോദ്യം ഒരു സ്ക്വയർ കോയിൽ, അത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലുള്ള ഒരു വെർട്ടിക്കൽ പ്ലെയിനിലാണ് വെച്ചിട്ടുള്ളത്. മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ്, നോർത്തിനും ഈസ്റ്റിനും ഇടയിൽ. നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ മീൻസ് നോർത്തുമായിട്ട് 45 ഡിഗ്രി, ഈസ്റ്റുമായിട്ടും 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോയിലിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ടല്ല
ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് പാരലലായിട്ടുമല്ല കോയിലിൻ്റെ പ്ലെയിനുമായിട്ട് 45 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്ന രൂപത്തിലാണ്. മാഗ്നറ്റിക് ഫീൽഡ് സ്വിച്ച് ഓഫ് ചെയ്യുന്ന കാര്യമാണ്. ഇൻഡ്യൂസ്ഡ് കറണ്ടും ഇൻഡ്യൂസ്ഡ് EMFുമാണ് കണ്ടെത്തേണ്ടത്. നേരത്തെ നമ്മൾ മനസ്സിലാക്കി മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ചെയ്യുന്ന കേസിലും ഓഫ് ചെയ്യുന്ന കേസിലും ചേഞ്ച് ഇൻ ഫ്ലക്സ് ഇനീഷ്യൽ ഫ്ലക്സിന് ഈക്വലായിരിക്കും. ഇവിടെ ചേഞ്ച് ഇൻ ഫ്ലക്സ് കണ്ടെത്താൻ BAN cos θ എന്ന ഇക്വേഷൻ ഉപയോഗിക്കണം. കാരണം എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കോയിലിൻ്റെ പ്ലെയിനിന് പാരലലുമല്ല പെർപെൻഡിക്കുലറുമല്ല. പെർപെൻഡിക്കുലർ ആകുമ്പോഴേ BAN എന്ന ഇക്വേഷൻ വഴി ഫ്ലക്സ് കാണാൻ പാടുള്ളൂ. ഇവിടെ ഇൻക്ലൈൻഡ് ആണ്. അതുകൊണ്ട് BAN cos θ ഡിവൈഡഡ് ബൈ T. തീറ്റയുടെ വാല്യൂ 45. പതിവ് പോലെ സെൻറ്റിമീറ്റർ എല്ലാം മീറ്ററിലേക്കാക്കി മാറ്റണം. ഇൻഡ്യൂസ്ഡ് EMF 10⁻³ വോൾട്ട് എന്നും ഇൻഡ്യൂസ്ഡ് കറണ്ട് EMFനെ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടും 1.414 × 10⁻³ ആംപിയർ എന്നും കിട്ടും. രണ്ടാമത്തെ ചോദ്യം, ഒരു മാഗ്നറ്റിൻ്റെ രണ്ട് പോളുകൾക്കിടയിലുള്ള ഗ്യാപ്പിലൂടെ ഒരു കണ്ടക്ടർ ഡ്രാഗ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. 0.5 സെക്കൻഡ് സമയം കൊണ്ട്, അതായത് 0.5 സെക്കൻഡ് കൊണ്ട് ഈ കണ്ടക്ടറിനെ നോർത്ത് സൗത്ത് പോളുകൾക്കിടയിലുള്ള ഗ്യാപ്പിലൂടെ മൂവ് ചെയ്യിച്ചു. ആ മാഗ്നറ്റിൻ്റെ പോൾസിനിടയിലുണ്ടായിരുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് തന്നിട്ടുണ്ട്. കണ്ടെത്തേണ്ടത് ഈ കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്ത EMF ആണ്. ചേഞ്ച് ഇൻ ഫ്ലക്സിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈ കണ്ടക്ടർ നോർത്ത് സൗത്ത് പോളുകൾക്കിടയിലുള്ള ഗ്യാപ്പിലൂടെ ഡ്രാഗ് ചെയ്യിക്കുമ്പോൾ ആ ഗ്യാപ്പിൽ എന്തുമാത്രം ഫ്ലക്സ് ആണോ ഉണ്ടായിരുന്നത് അത്രയും ഫ്ലക്സ് ആയിരിക്കും കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് ചേഞ്ച്. അപ്പോൾ ചോദ്യത്തിൽ തന്നിട്ടുള്ള ഫ്ലക്സിനെ, അതാണ് കണ്ടക്ടറിലെ ഫ്ലക്സ് ചേഞ്ച്, അതിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇൻഡ്യൂസ്ഡ് EMF കിട്ടും 16 × 10⁻⁴ വോൾട്ട്. മൂന്നാമത്തെ ചോദ്യം, ഒരു സോളിനോയിഡിൻ്റെ കാര്യമാണ് പറയുന്നത്. ആ സോളിനോയിഡിനകത്തായിട്ട് 2 സെൻറ്റിമീറ്റർ² ഏരിയ ഉള്ള ഒരു ചെറിയ ലൂപ്പ് സർക്കുലർ കോയിൽ ഉണ്ട്. ഒരു സോളിനോയിഡ്, ആ സോളിനോയിഡിൻ്റെ ഉള്ളിൽ അതിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് പ്ലെയിൻ വരുന്ന രൂപത്തിൽ ഒരു ചെറിയ കോയിൽ. ആ ചെറിയ കോയിലിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. അത് സർക്കുലർ ഷേപ്പിലാണോ റെക്ടാങ്കുലർ ഷേപ്പിലാണോ എന്നറിയില്ല. ഏരിയ തന്നതിനാൽ അതിൻ്റെ ഷേപ്പിനെ പറ്റി നമ്മൾ ബോദർ ചെയ്യേണ്ട. ഒരു ചെറിയ കോയിൽ ഒരു സോളിനോയിഡിൻ്റെ ഉള്ളിലാണുള്ളത്. സോളിനോയിഡിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ടാണ് ഇതിൻ്റെ ഈ ചെറിയ കോയിലിൻ്റെ ഏരിയ ഉള്ളത്. ഇനി സോളിനോയിഡിലെ കറണ്ട് ചേഞ്ച് ആക്കുന്നുണ്ട് 2 ആംപിയറിൽ നിന്ന് 4 ആംപിയറിലേക്ക് 0.1 സെക്കൻഡ് കൊണ്ട്. ഇങ്ങനെ സോളിനോയിഡിലെ കറണ്ട് ചേഞ്ച് ആക്കുമ്പോൾ ഈ ലൂപ്പിനകത്ത് ഇൻഡ്യൂസ് ചെയ്ത വോൾട്ടേജാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് ഈ ലൂപ്പിനെ സംബന്ധിച്ചിടത്തോളം എക്സ്റ്റേണൽ ഫീൽഡ്. സോളിനോയിഡിലെ കറണ്ടിൽ വ്യത്യാസം വരുമ്പോൾ സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് വ്യത്യാസം വരുന്നു, എക്സ്റ്റേണൽ ഫീൽഡ് വ്യത്യാസം വരുന്നു, ഫ്ലക്സിൽ വ്യത്യാസം വരുന്നു, ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു. ഇൻഡ്യൂസ്ഡ് EMF കണ്ടെത്താൻ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ടൈം, φ2 - φ1 ഡിവൈഡഡ് ബൈ T. കറണ്ട് ഇൻക്രീസ് ചെയ്യുകയാണ്, അതിനാൽ ഫൈനൽ ഫ്ലക്സ് കൂടുതലും ഇനീഷ്യൽ ഫ്ലക്സ് കുറവുമായിരിക്കും. φ2 - φ1 ഡിവൈഡഡ് ബൈ T ആണ് ഇൻഡ്യൂസ്ഡ് EMF. ഫ്ലക്സ് കണ്ടെത്താൻ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഏരിയ ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ്, BAN. അവിടെ B എന്നുള്ളത് സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. A ചെറിയ ലൂപ്പിൻ്റെ ഏരിയ, N ചെറിയ ലൂപ്പിൻ്റെ നമ്പർ ഓഫ് ടേൺസ്. ഇവിടെ സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ വ്യത്യാസം വരുന്നതിനാൽ φ2 രണ്ടാമത്തെ കേസിലെ ഫ്ലക്സ് കാണാൻ B2AN, ആദ്യ കേസിലെ ഫ്ലക്സ് കാണാൻ B1AN ഡിവൈഡഡ് ബൈ T ഇൻഡ്യൂസ്ഡ് EMF I. സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് μ0NI. ഇവിടെ μ0യിൽ വ്യത്യാസം വരില്ല, നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത്തിലും വ്യത്യാസം വരില്ല, കറണ്ടിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അതുകൊണ്ട് B2 രണ്ടാമത്തെ കേസിലെ മാഗ്നറ്റിക് ഫീൽഡ് μ0NI2, ആദ്യ കേസിലെ മാഗ്നറ്റിക് ഫീൽഡ് μ0NI1. അങ്ങനെ വരുമ്പോൾ ഒരുപാട് കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്. μ0NA N ഡിവൈഡഡ് ബൈ T ഇൻറ്റു I2 - I1.
സ്മോൾ ലെറ്റർ എൻ എന്നുള്ളത് നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത് ഓഫ് ദി സോളിനോയിഡാണ്. ക്യാപിറ്റൽ എൻ എന്നുള്ളത് സോളിനോയിഡിൻ്റെ ഉള്ളിലുള്ള ആ ചെറിയ കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് ആണ്. അതിവിടെ തന്നിട്ടില്ല, അതിനർത്ഥം നമ്പർ ഓഫ് ടേൺസ് 1 എന്ന്. സ്മോൾ ലെറ്റർ എൻ ഞാൻ ആവർത്തിക്കുന്നു, നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത് ഓഫ് ദി സോളിനോയിഡാണ്. എ എന്നുള്ളത് സോളിനോയിഡിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ല, സോളിനോയിഡിൻ്റെ ഉള്ളിലുള്ള കോയിലിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. സിംപ്ലിഫൈ ചെയ്താൽ 7.5 × 10⁻⁻6 വോൾട്ട് എന്ന് കിട്ടും. നാലാമത്തെ ചോദ്യം, എ വീൽ വിത്ത് 10 മെറ്റാലിക് സ്പോക്സിൻ്റെ ലെങ്ത് ഉണ്ട്. ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ്, ദി വീൽ ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 120 revolutions per minute in a plane normal to Earth's magnetic field at a place. Magnitude of the earth field is 0.4 Gauss. What is the induced EMF between the axle and the rim of the wheel? സ്ക്രീനിൻ്റെ വലതുഭാഗത്ത് താഴെയായിട്ട് കാണുന്നതാണ് ഒരു വീൽ. അതിൻ്റെ വീലിൻ്റെ സെൻറ്റർ, അതിലൂടെയാണ് ആക്സിസ് കടന്നു പോവുക. അതിനെയാണ് ആക്സിൽ എന്ന് പറയുന്നത്. ആക്സിസ് അല്ലെങ്കിൽ ആക്സിൽ. വീലിൻ്റെ ഔട്ടർ പാർട്ടിന് റിം എന്നാണ് പറയുക. ഞാൻ ബ്ലാക്ക് ഇങ്കു കൊണ്ട് സർക്കുലർ ഷേപ്പിൽ വരച്ചതാണ് റിം ഓഫ് ദി വീൽ. ആ സെൻറ്ററിൽ കാണുന്ന ബ്ലാക്ക് ഡോട്ടാണ് ആക്സിൽ. അതിലൂടെയാണ് ആക്സിസ് കടന്നു പോകുന്നത്. ആക്സിലിൽ നിന്നും റിമ്മിലേക്ക് റെഡ് കളർ കൊണ്ട് ഞാൻ വരച്ചിട്ടുള്ളതിനെയാണ് സ്പോക്കുകൾ എന്ന് പറയുന്നത്, സ്പോക്സ്. അപ്പോൾ ഇവിടെ 10 മെറ്റാലിക് സ്പോക്കുകളുണ്ട്. ഈ വീൽ റൊട്ടേറ്റ് ചെയ്യുന്നു. മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF കണ്ടെത്താൻ 1/2 BR² എന്ന ഇക്വേഷനാണ്. റേഡിയസ് എന്നുള്ളത് ആ സ്പോക്കിൻ്റെ ലെങ്ത് ആയിട്ട് എടുക്കണം. ഒമേഗ നേരത്തെ ഒരു പ്രോബ്ലത്തിൽ ചെയ്ത പോലെ 2π × ഫ്രീക്വൻസി. ഫ്രീക്വൻസി RPM-ലാണ്. RPM-ലായതിനാൽ അതിനെ RPS-ലേക്ക് മാറ്റണം. ഇനി ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇവിടെ 10 സ്പോക്കുകളുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കിട്ടിയ ആൻസറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നൊരു തോന്നലുണ്ടാകും. ചെയ്യരുത്. ഒരു സ്പോക്കായാലും 2 സ്പോക്കുകൾ ഉണ്ടെങ്കിലും 10 സ്പോക്കുകൾ ഉണ്ടെങ്കിലും ഇൻഡ്യൂസ്ഡ് EMF സെയിം ആയിരിക്കും. കാരണം ഈ സ്പോക്കുകളെല്ലാം പാരലലാണ്. EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് ആക്സിലിനും റിമ്മിനും അക്രോസ് ആയിട്ടായിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഇൻഡ്യൂസ്ഡ് അക്രോസ് ദി പോയിൻറ്റ്സ് ബിറ്റ്വീൻ ദി റിം ആൻഡ് ദി ആക്സിസ്. അപ്പോൾ ഇതിനിടയിൽ എത്ര സ്പോക്കുകൾ ഉണ്ടെങ്കിലും അവയെല്ലാം പാരലലായിരിക്കും. കറണ്ട് ഇലക്ട്രിസിറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കുമെന്ന്. അപ്പോൾ സ്പോക്കുകളുടെ എണ്ണം ഇത്തരം പ്രോബ്ലങ്ങളിൽ തന്നിട്ടുണ്ടാകും. അത് മൈൻഡ് ചെയ്യേണ്ട. ഒരു സ്പോക്കിൻ്റെ കാര്യമെടുത്താൽ മതി. ഒന്നിലെത്രയാണോ EMF ഉണ്ടാവുക അതുതന്നെയായിരിക്കും ടോട്ടൽ EMF. എന്തുകൊണ്ടെന്നാൽ സ്പോക്കുകളെല്ലാം പാരലലാണ്. ഏത് 2 പോയിന്റുകൾക്ക് അക്രോസ് ആയിട്ടാണ് EMF ഉണ്ടാവുക? ഒരു സ്പോക്കിൻ്റെ 2 എൻഡുകൾക്ക് അക്രോസ് ആയിട്ട്. ഒരെൻ്റെ ഇവിടെ ആക്സിസിൽ, രണ്ടാമത്തെ എൻ്റെ ഇവിടെ റിമ്മിൽ. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഡെവലപ്ഡ് അക്രോസ് ദി റിം ആൻഡ് ആക്സിൽ ഓഫ് ദി വീൽ. 6.28 × 10⁻⁻5 വോൾട്ട് എന്നാണ് കറക്റ്റ് ആൻസർ. ഒന്നാമത്തെ ചോദ്യത്തിൽ ഒരു കണ്ടക്റ്റിംഗ് റോഡ് റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡിൽ ഇൻഡ്യൂസ്ഡ് EMF ആണ് കണ്ടെത്തേണ്ടത്. 1/2 BR² ഒമേഗ. ഇവിടെ ഒമേഗയുടെ വാല്യൂ നേരിട്ട് തന്നിട്ടുണ്ട് 400 radian/second. ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി എന്നാണ് മീനിങ്. അത് ഒമേഗയാണ്. നേരത്തെ നമ്മൾ ചെയ്ത 1-2 പ്രോബ്ലങ്ങളിൽ ആംഗുലാർ വെലോസിറ്റി വേണ്ടിടത്ത് ഫ്രീക്വൻസി ആയിരുന്നു തന്നത്. അപ്പോൾ 2π × ഫ്രീക്വൻസി എന്ന രൂപത്തിൽ ആദ്യം ഒമേഗ കണ്ടെത്തണമായിരുന്നു. ഇവിടെ വേണ്ട, ഒമേഗയുടെ വാല്യൂ നേരിട്ടാണ്. ആംഗുലാർ ഫ്രീക്വൻസിയാണ് തന്നത്. ആംഗുലാർ ഫ്രീക്വൻസി എന്നുള്ളത് ഫ്രീക്വൻസി അല്ല, മറിച്ച് അത് ആംഗുലാർ വെലോസിറ്റിയാണ്. ആംഗുലാർ വെലോസിറ്റിക്ക് പറയുന്ന മറ്റൊരു പേരാണ് ആംഗുലാർ ഫ്രീക്വൻസി. അപ്പോൾ ഒമേഗയുടെ വാല്യൂ ആണ് 400 radian/second. രണ്ടാമത്തെ ചോദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലത്തതാണ്. ഒരു ജെറ്റ് പ്ലെയിൻ ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുന്ന കാര്യം പറയുന്നു. ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡാണ് തന്നിട്ടുള്ളത്. ഡിപ്പ് ആംഗിളുമുണ്ട്. ഇൻഡ്യൂസ്ഡ് EMF ആണ്.
ഹൊറിസോണ്ടൽ പ്ലെയിനിൽ മൂവ് ചെയ്യുമ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ബി വി എൽ വി. മിക്കവാറും പ്രോബ്ലങ്ങളിൽ ഇങ്ങനെ ആയിരിക്കും. ഏത് കമ്പോണൻ്റ് ആണോ നമുക്ക് വേണ്ടത് ആ കമ്പോണൻ്റ് തരാതെ മറ്റെന്തെങ്കിലും തരും. ഈ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് വേണ്ടത് വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ്. ഈ ചോദ്യത്തിൽ തന്നത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഡിപ്പ് ആംഗിളും. അപ്പോൾ ആ ട്രയാങ്കിളിലൂടെ വെർട്ടിക്കൽ കമ്പോണൻറ്റ്, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, ഡിപ്പ് ആംഗിൾ ഇവ തമ്മിലുള്ള റിലേഷൻ എഴുതി അതിൽ നിന്നും വെർട്ടിക്കൽ കമ്പോണൻറ്റ് കണ്ടെത്തണം. ബി വി ഈക്വൽ ടു ബി എച്ച് ടാൻ തീറ്റ എന്നാണ് വരിക. മൂന്നാമത്തെ ചോദ്യം, ഒരു മെറ്റൽ റോഡ് വെർട്ടിക്കലായിട്ട് താഴേക്ക് വരുന്ന കാര്യമാണ് പറയുന്നത്. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ട്. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്നാൽ ടോട്ടൽ വാല്യൂ ഓഫ് ദി എർത്ത് ഫീൽഡ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡിപ്പ് ആംഗിളിൻ്റെ വാല്യൂവും തന്നിട്ടുണ്ട്. ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് വെർട്ടിക്കലായിട്ട് താഴേക്ക് വരുന്നതിനാൽ ബി എച്ച് എൽ വി എന്നതാണ് ഇക്വേഷൻ. നമുക്ക് വേണ്ടത് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ്. ഇവിടെ എർത്തിൻ്റെ ടോട്ടൽ ഫീൽഡാണ് തന്നിട്ടുള്ളത്. ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ് വേണ്ടത്. നേരത്തെ ഉപയോഗിച്ച ട്രയാങ്കിളിലൂടെ ഡിപ്പ് ആംഗിൾ, ഹൊറിസോണ്ടൽ കമ്പോണൻ്റ്, ടോട്ടൽ ഫീൽഡ് ഇവ തമ്മിലുള്ള റിലേഷൻ എഴുതുമ്പോൾ കോസ് തീറ്റ ഈക്വൽ ടു ബി എച്ച് ബൈ ബി ആയിരിക്കും. ബി എച്ച് ഈക്വൽ ടു ബി ഇൻറ്റു കോസ് തീറ്റ. സിംപ്ലിഫൈ ചെയ്താൽ 0.113 വോൾട്ട് എന്ന ആൻസർ കിട്ടും. ഒന്നാമത്തെ ചോദ്യം, ലെൻസിൻ്റെ റൂൾ ഉപയോഗിച്ച് ഇൻഡ്യൂസ്ഡ് കറൻറ്റിൻ്റെ ഡയറക്ഷൻ കണ്ടെത്താനാണ്. രണ്ട് സിറ്റുവേഷനുകളാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ കേസിൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇൻ ടു ദി പ്ലെയിനാണ്. നമ്മൾ നോക്കുന്ന പ്ലെയിനിനുള്ളിലേക്കാണ്. അതൊരു ഇൻ ടു മാർക്ക് കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്തത്, ഇൻ ടു ദി പ്ലെയിൻ. അങ്ങനെ പ്ലെയിനിനുള്ളിലേക്ക് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഇറഗുലർ ഷേപ്പിലുള്ള ഒരു വയർ സർക്കുലാർ ഷേപ്പിലേക്ക് മാറുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ആദ്യം ഇറഗുലർ ഷേപ്പായിരുന്നു, അത് പിന്നെ സർക്കുലാർ ഷേപ്പായി മാറും. നമുക്കറിയാം, ഫോർ എ ഗിവൺ പെരിമീറ്റർ സർക്കിൾ എൻക്ലോസസ് മാക്സിമം ഏരിയ എന്ന്. അപ്പോൾ മറ്റേതൊരു ഷേപ്പിലിരിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഏരിയ സർക്കുലാർ ഷേപ്പിലിരിക്കുമ്പോൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഇവിടെ കോയിലിൻ്റെ ഏരിയ കൂടുന്ന ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. ഏരിയ കൂടിയാൽ ഓട്ടോമാറ്റിക്കലി ഫ്ലക്സ് കൂടും. അപ്പോൾ ഫ്ലക്സ് ഇൻക്രീസ് ആവുകയാണ് ആദ്യ കേസിൽ ഉണ്ടാകുന്നത്. ഫ്ലക്സ് ഇൻക്രീസ് ആകുമ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എപ്പോഴും ഫ്ലക്സ് ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യും. ഇൻക്രീസ് ആകുന്ന ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യണമെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം. പോയിൻ്റുകളൊന്നുകൂടി, ഏരിയ കൂടുന്നു, ഫ്ലക്സ് കൂടുന്നു, ഫ്ലക്സിൻ്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്നു. അപ്പോൾ ഫ്ലക്സ് കൂടുന്നതിനെ ഒപ്പോസ് ചെയ്യണം. അങ്ങനെ വരണമെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം. എക്സ്റ്റേണൽ ഫീൽഡ് ഇൻ ടു ദി പ്ലെയിൻ ആണ്. ഇൻഡ്യൂസ്ഡ് കറണ്ട് കൊണ്ടുള്ള ഫീൽഡ് ഫ്രം ദി പ്ലെയിൻ ആവണം. അപ്പോൾ ഈ കോയിലിനകത്ത് ഫ്രം ദി പ്ലെയിൻ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് വരണമെങ്കിൽ, ഇൻഡ്യൂസ്ഡ് കറണ്ട് കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഫ്രം ദി പ്ലെയിൻ ആയിട്ട് വരണമെങ്കിൽ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ അപ്ലൈ ചെയ്താൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കണം കറണ്ട്. അപ്പോൾ ആദ്യ ഫിഗറിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ്. രണ്ടാമത്തെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഡോട്ട് കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അതിനർത്ഥം അതിൻ്റെ ഡയറക്ഷൻ ഫ്രം ദി പ്ലെയിൻ, പ്ലെയിനിൽ നിന്ന് പുറത്തേക്ക്. അവിടെ സർക്കുലാർ ഷേപ്പിലുണ്ടായിരുന്ന ഒരു ലൂപ്പ് ഒരു നാരോ സ്ട്രെയിറ്റ് വയറായിട്ട് മാറുന്നു. ആദ്യത്തേതിൻ്റെ ഓപ്പോസിറ്റ്. ഫ്ലക്സ് കുറയുന്നു, ഏരിയ കുറയുന്നു, മീൻസ് ഫ്ലക്സ് കുറയുന്നു. ഫ്ലക്സ് കുറയുമ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കണം. എക്സ്റ്റേണൽ ഫീൽഡ് നേരത്തെ മനസ്സിലാക്കി, ഫ്രം ദി പ്ലെയിൻ. ഇൻഡ്യൂസ്ഡ് കറണ്ട് കൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡും ഫ്രം ദി പ്ലെയിൻ ആകണം. ഫ്രം ദി പ്ലെയിൻ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകണമെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കണം കറണ്ട്.
രണ്ടാമത്തെ ചോദ്യം ഓഡ് വൺ ഔട്ടാണ്. മാക്സ്വെൽ ആണ്. ഗോസ്, ടെസ്ല, ഈസ്റ്റഡ്, വെബർ പെർ മീറ്റർ സ്ക്വയർ ഇവ നാലും മാക്സ്വെൽ ഒഴികെയുള്ളവയെല്ലാം ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂണിറ്റുകളാണ്. മാക്സ്വെൽ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റാണ്. ഇൻ്റർനാഷണൽ സിസ്റ്റത്തിലെ യൂണിറ്റ് വെബറാണ്. CGS സിസ്റ്റത്തിലെ ഫ്ലക്സിൻ്റെ യൂണിറ്റാണ് മാക്സ്വെൽ. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആണ് അടുത്തത്. വളരെ സിമ്പിളാണ്. ആദ്യത്തത് ഇൻഡ്യൂസ്ഡ് EMF. സ്പീഡോമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് എഡ്ഡി കറൻറ്റ്. 0 ഓമിക് റെസിസ്റ്റൻസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ഐഡിയൽ ഇൻഡക്റ്റ്. അടുത്തത് നമ്മുടെ സിലബസിൽ ഇല്ലാത്തൊരു കാര്യമാണ്. ഹെൻറിയുടെ CGS യൂണിറ്റാണ് ചോദിച്ചിട്ടുള്ളത്. സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഇൻ്റർനാഷണൽ യൂണിറ്റാണ് ഹെൻറി. അതിന് CGS യൂണിറ്റ് ഉണ്ട്. അത് അബ ഹെൻറി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. AB ക്യാപിറ്റൽ H എന്നാണ് സിമ്പൽ. അബ് ഹെൻറി. നാലാമത്തെ ചോദ്യവും ഫില്ലപ്പ് ദി ബ്ലാങ്ക്സ് ആണ്. മോഷണൽ EMFൻ്റെ ഇക്വേഷൻ എഴുതണം. ആദ്യ ബ്ലാങ്ക് സ്പേസിൽ E=BLV. എഡ്ഡി കറൻസ് എന്നാണ് എഴുതേണ്ടത് രണ്ടാമത്തെ ബ്ലാങ്ക് സ്പേസിൽ. മൂന്നാമത്തേത് സെൽഫ് ഇൻഡക്ഷൻ, ഇനേർഷ്യ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയാനുള്ള കാര്യം, സെൽഫ് ഇൻഡക്ഷൻ എപ്പോഴും കറണ്ടിൽ വരുന്ന ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്നതിനാൽ ഒപ്പോസസ് ദി ചേഞ്ച് ഇൻ കറണ്ട് എന്നാണ് എഴുതേണ്ടത്. ഹെൻറി എന്നുള്ളത് വോൾട്ട് സെക്കൻഡ് പെർ ആംപിയർ ആണ്. അതിനെ വെബർ പെർ ആംപിയർ എന്നും എഴുതാം. വെബർ പെർ ആംപിയർ. അഞ്ചാമത്തെ ചോദ്യം, ഒരു ബാർ മാഗ്നറ്റ് 3 മീറ്റർ ഹൈറ്റുള്ള ഒരു പോയിന്റിൽ നിന്നും ഒരു മെറ്റൽ റിങ്ങിലൂടെ താഴേക്ക് വരുന്നതായിട്ടാണ് പറയുന്നത്. അതിൻ്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഈക്വൽ ആകുമോ എന്നാണ് ചോദ്യം. ആൻസർ ഇല്ല. മെറ്റൽ റിങ്ങിലൂടെ വരുന്ന ഈ മാഗ്നറ്റിൻ്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയേക്കാൾ കുറവായിരിക്കും. ഇതിനെന്താണ് കാരണം? മാഗ്നറ്റ് മെറ്റൽ റിങ്ങിലൂടെ താഴേക്ക് വരുമ്പോൾ മെറ്റൽ റിങ്ങുമായി അസോസിയേറ്റ് ചെയ്ത മാഗ്നറ്റിക് ഫ്ലക്സിൽ വ്യത്യാസം വരികയും മെറ്റൽ റിങ്ങിൽ ഇൻഡ്യൂസ്ഡ് EMFും ഇൻഡ്യൂസ്ഡ് കറൻറ്റും ഉണ്ടാവുകയും ചെയ്യുന്നു. ലെൻസിൻ്റെ റൂൾ അനുസരിച്ച് ഇൻഡ്യൂസ്ഡ് EMF മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യും. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ചേഞ്ച് ഉണ്ടാവാനുള്ള കാരണം മെറ്റൽ റിങ്ങിലൂടെ മാഗ്നറ്റ് താഴേക്ക് വരുന്നതാണ്. അപ്പോൾ മാഗ്നറ്റിൻ്റെ താഴേക്കുള്ള മോഷനെ ഇൻഡ്യൂസ്ഡ് EMF ഒപ്പോസ് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി ഡൗൺവേർഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയേക്കാൾ കുറവായിരിക്കും. ഒന്നാമത്തെ ചോദ്യം, ഈസ്റ്റഡിൻ്റെ ഡിസ്കവറിയുടെ കൺവേഴ്സ് ഇഫക്റ്റ് ഏതാണ് എന്നതാണ് ചോദ്യം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈസ്റ്റഡ് കണ്ടെത്തിയത് കറണ്ട് കൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാം എന്ന്. അതിൻ്റെ റിവേഴ്സ് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും നമുക്ക് കറണ്ട് ഉണ്ടാക്കാൻ കഴിയും. മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആകുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നടന്നിട്ടാണ് കറണ്ട് ഉണ്ടാകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ് ഈസ്റ്റഡിൻ്റെ ഡിസ്കവറിയുടെ ഇൻവേഴ്സായിട്ട് വരുന്നത്. രണ്ടാമത്തെ പാർട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഡെഫിനേഷൻ എഴുതിയാൽ മതി. രണ്ടാമത്തെ ചോദ്യം, ഒരു ബാർ മാഗ്നറ്റ്, ഒരു കോയിൽ, ഒരു അമ്മീറ്റർ. ആദ്യ പാർട്ട് ചോദ്യം, മാഗ്നറ്റ് കോയിലിനടുത്തേക്ക് മൂവ് ചെയ്താൽ എന്തു സംഭവിക്കുന്നു എന്ന്. അമ്മീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇതിനർത്ഥം കോയിലിൽ ഒരു EMFും കറണ്ടും ഇൻഡ്യൂസ് ചെയ്തതാണ്. ഇത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത്. അമ്മീറ്റർ ഡിഫ്ലക്ഷൻ ഓഫ് അമ്മീറ്റർ ഇൻഡിക്കേറ്റ്സ് ദി പ്രസൻസ് ഓഫ് എ കറണ്ട് ഇൻ ദി കോയിൽ. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദി EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദി കോയിൽ. വെൻ ദി മാഗ്നറ്റ് ഈസ് കെപ്റ്റ് സ്റ്റേഷനറി, അതാണ് രണ്ടാമത്തെ ഉപചോദ്യം. വെൻ ദി മാഗ്നറ്റ് ഈസ് കെപ്റ്റ് സ്റ്റേഷനറി ദർ വിൽ ബി നോ ഡിഫ്ലക്ഷൻ ഇൻ ദി അമ്മീറ്റർ, which indicates that no current is present in the coil. ഇതിന് കാരണം മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യാത്തതാണ്.
മൂന്നാമത്തെ പാർട്ട് when the magnet is moved away from the coil, ammeter again deflects but in the opposite direction. Deflection of the ammeter indicates EMF is induced and current is produced in the coil. മൂന്നാമത്തെ ചോദ്യം, ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു കണ്ടക്ടർ ലീനിയറായിട്ട് മൂവ് ചെയ്യിക്കുന്നതായിട്ടാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ മൂവ് ചെയ്യിച്ചാൽ എന്ത് സംഭവിക്കുമെന്നാണ് ചോദ്യം. ആ കണ്ടക്ടറിൻ്റെ രണ്ട് എൻഡുകൾക്ക് ക്രോസായി ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യും. ആ കണ്ടക്ടറിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഇൻഡ്യൂസ്ഡ് EMF കണ്ടെത്താനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് അടുത്ത പാർട്ട്. അത് നമ്മൾ ചെയ്തതാണ്. E=BLV എന്ന ഇക്വേഷനാണ് ഡിറൈവ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ EMFന് പറയുന്ന പേരെന്താണ്? മോഷണൽ EMF എന്നാണ് EMFൻ്റെ പേര്. നാലാമത്തെ ചോദ്യം, XY എന്നുള്ള ഒരു കറണ്ട് ക്യാരിങ് വയറും അതിനടുത്തായിട്ട് ഒരു സർക്കുലർ കോയിലുമുള്ള ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. ഈ സർക്കുലർ ലൂപ്പിൽ ഏത് ഡയറക്ഷനിലാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവുക എന്നതാണ് ചോദ്യം. ആ സർക്കുലർ ലൂപ്പിനടുത്തുള്ള സ്ട്രെയിറ്റ് വയറിലെ കറണ്ട് ഇൻക്രീസ് ആവുകയാണ് എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷനാണ് വേണ്ടത്. ആദ്യ സ്റ്റെപ്പിൽ നമ്മൾ കണ്ടെത്തേണ്ടത് XY എന്ന് മാർക്ക് ചെയ്ത സ്ട്രെയിറ്റ് വയർ നമ്മുടെ കോയിലിൽ ഉണ്ടാക്കുന്ന എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടെത്തണം. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ ഉപയോഗിച്ച് ഡയറക്ഷൻ കണ്ടെത്തുമ്പോൾ അത് ഫ്രം ദി പ്ലെയിൻ ഓഫ് ദി കോയിൽ എന്ന് കിട്ടും. തമ്പ് കറണ്ടിൻ്റെ ഡയറക്ഷനിൽ വരുന്ന രൂപത്തിൽ പിടിച്ചാൽ ബാക്കി ഫിംഗേഴ്സ് ഏത് ഡയറക്ഷനാണോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഫ്രം ദി പ്ലെയിൻ ആയിട്ടാണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. എക്സ്റ്റേണൽ ഫീൽഡ് കറണ്ട് ഇൻക്രീസ് ആവുകയാണ് എന്ന് ചോദ്യത്തിലുള്ളതിനാൽ എക്സ്റ്റേണൽ ഫീൽഡ് ഇൻക്രീസ് ആകുന്നു. അപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം. എക്സ്റ്റേണൽ ഫീൽഡ് ഫ്രം ദി പ്ലെയിൻ ആണ്. ഇൻഡ്യൂസ്ഡ് കറണ്ട് കൊണ്ടുണ്ടാകുന്ന ഫീൽഡ് ഇൻ ടു ദി പ്ലെയിൻ ആയിരിക്കണം. ഇൻ ടു ദി പ്ലെയിൻ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകണമെങ്കിൽ ആ കോയിലിൽ കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കണം. ചെയ്യേണ്ട സ്റ്റെപ്പുകൾ: ആദ്യ സ്റ്റെപ്പ്, കോയിലുള്ള സ്ഥലത്തെ കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടെത്തുന്നു ഫ്രം ദി പ്ലെയിൻ. കറണ്ട് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് നോക്കുന്നു. ഇൻക്രീസ് ആണ്, മീൻസ് എക്സ്റ്റേണൽ ഫീൽഡ് ഇൻക്രീസസ്, മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസസ്. ലെൻസിൻ്റെ റൂൾ അനുസരിച്ച് ഇൻഡ്യൂസ്ഡ് കറണ്ട് കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എക്സ്റ്റേണൽ ഫീൽഡിനെ ഒപ്പോസ് ചെയ്യണം, ഇൻ ടു ദി പ്ലെയിൻ ആയിട്ട് വരണം. അങ്ങനെ വരണമെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കണം കറണ്ട്. Which rule helps you to find the direction of the current? Lenz's rule. പിന്നെ ആ റൂളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാൽ മതി. അഞ്ചാമത്തെ ചോദ്യം, ഇൻഡ്യൂസ്ഡ് EMF ഹാസ് നോ ഡയറക്ഷൻ ഓഫ് ഇറ്റ്സ് ഓൺ. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? യെസ്. EMF എന്നുള്ളത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വർക്ക് ബൈ ചാർജ് ആണ്, ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അതിന് ഡയറക്ഷൻ ഇല്ല. ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഗിവൺ ബൈ ലെൻസസ് റൂൾ എന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന സെൻറ്റൻസ് ചില സ്ഥലങ്ങളിലൊക്കെ കാണാം. പക്ഷെ അവിടെ ഉദ്ദേശിക്കുന്നത് പൊളാരിറ്റി ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF എന്നാണ്, അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയരുത്, പൊളാരിറ്റി ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF ഓർ ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈസ് അക്കോർഡിംഗ് ടു ലെൻസസ് റൂൾ എന്നാണ് ശരിക്ക് പറയേണ്ടത്. എന്തായിരുന്നാലും ഇൻഡ്യൂസ്ഡ് EMFന് അത് ഇൻഡ്യൂസ് ചെയ്തതായാലും അല്ലെങ്കിലും EMF ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, അതിന് ഡയറക്ഷൻ ഇല്ല. ഒന്നാമത്തെ ചോദ്യം വളരെ സിമ്പിളാണ്. ഒരു മെറ്റാലിക് ബ്ലോക്ക് മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുമ്പോൾ അതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിൻ്റെ പേരെന്താണ് എന്നാണ്. എഡ്ഡി കറൻറ്റ്സ്. എഡ്ഡി കറൻറ്റിൻ്റെ ഡയറക്ഷൻ ഏത് റൂൾ അനുസരിച്ചാണ് കിട്ടുന്നത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം.
ലെൻസിൻ്റെ റൂൾ, ലെൻസസ് റൂൾ. രണ്ടാമത്തെ ചോദ്യം വളരെ ഡയറക്റ്റാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. എഡ്ഡി കറൻസിനെ അടിസ്ഥാനമാക്കി വർക്ക് ചെയ്യുന്ന രണ്ട് ഇൻസ്ട്രുമെൻറ്റ്സ് എഴുതാനും എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും. മൂന്നാമത്തെ ചോദ്യം, അതിൻ്റെ ആൻസർ എഡ്ഡി കറൻസ് എന്നാണ്. ഒരു മെറ്റൽ പ്ലേറ്റ് ഓസിലേറ്റിംഗ് മാഗ്നറ്റിനടുത്ത് കൊണ്ടുവച്ചാൽ ഓസിലേഷൻസ് വളരെ പെട്ടെന്ന് സ്റ്റോപ്പാകും. ഇതിന് കാരണം എന്താണ്? മാഗ്നറ്റ് ഓസിലേറ്റ് ചെയ്യുന്നു, അപ്പോൾ അതിനടുത്തുള്ള മെറ്റൽ പ്ലേറ്റിനകത്ത് എഡ്ഡി കറൻസ് ഉണ്ടാകുന്നു. എഡ്ഡി കറൻസ് ലെൻസിൻ്റെ റൂൾ അനുസരിച്ച് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ചേഞ്ചിന് ഒപ്പോസ് ചെയ്യും. മാഗ്നറ്റ് ഓസിലേറ്റ് ചെയ്യുന്നതാണ് ഫ്ലക്സ് ചേഞ്ചിന് കാരണം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിൻ്റെ ഓസിലേഷൻസ് വളരെ പെട്ടെന്ന് ഇല്ലാതാകുന്നു. നാലാമത്തെ ചോദ്യം, രണ്ട് കോയിലുകൾ രണ്ട് കുട്ടികൾക്കായി കൊടുത്തിട്ടുണ്ട്. ഒന്നിലെ നമ്പർ ഓഫ് ടേൺസ് 20, മറ്റത് 10 ടേൺസ്. ഒരു മാഗ്നറ്റ് ഈ കോയിലുകൾക്കുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനുമാണ് ടീച്ചർ കൊടുക്കുന്നത്. ആ ഇഫക്റ്റിന് എന്താണ് പേര് പറയുക എന്നാണ് ആദ്യ പാർട്ട് ചോദ്യം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. നമ്പർ ഓഫ് ടേൺസ് കൂടുതലാക്കിയാലുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഇൻഡ്യൂസ്ഡ് EMF ഇൻക്രീസ് ചെയ്യും. മാഗ്നറ്റ് പെട്ടെന്ന് മൂവ് ചെയ്യിച്ചാൽ എന്താണ് സംഭവിക്കുക? അപ്പോഴും ഇൻഡ്യൂസ്ഡ് EMF ഇൻക്രീസ് ചെയ്യും. അടുത്തത് KLMN എന്ന ഒരു റെക്റ്റാങ്കുലർ ഫ്രെയിം. അതിൻ്റെ പ്ലെയിൻ ഹൊറിസോണ്ടലാണ്. 30 cm/s വെലോസിറ്റിയോട് കൂടി ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കടക്കുന്നതായിട്ടാണ് പറയുന്നത്. സൈഡുകളുടെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. KN എന്ന സൈഡിൻ്റെ ലെങ്ത്ത് 12 cm, KL എന്നുള്ളത് 25 cm. റെക്റ്റാങ്കുലർ ഫ്രെയിം എന്ന് പറഞ്ഞതിനാൽ മറ്റ് രണ്ട് സൈഡുകളുടെ ലെങ്ത്ത് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. രണ്ട് സൈഡുകൾ 25 cm, KL-ഉം NM. മറ്റ് രണ്ട് സൈഡുകൾ 12 cm ലെങ്ത്തും ഉള്ളതാണ്. പിന്നെ പറയുന്നു LM എന്ന സൈഡും അതുപോലെ KN എന്ന സൈഡും മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ടാണ് ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കടക്കുന്നത് എന്ന്. ഈ മെറ്റൽ ഫ്രെയിമിലുണ്ടാകുന്ന കറണ്ടാണ് കണ്ടെത്തേണ്ടത്. സ്ക്രീനിൽ കാണുന്ന പോലെയാണ് സിറ്റുവേഷൻ. KLMN എന്ന ഫ്രെയിം മുഴുവൻ മാഗ്നറ്റിക് ഫീൽഡിൽ പ്രവേശിച്ചതിന് ശേഷമുള്ള ഫിഗറാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഈ കോയിൽ, റെക്റ്റാങ്കുലർ കോയിൽ പുറമേ നിന്ന് ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വരുമ്പോൾ ചോദ്യത്തിൽ പറഞ്ഞ പോലെ LM എന്ന സൈഡും അതുപോലെ KN എന്ന സൈഡുമാണ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്നത്. അപ്പോൾ ഈ രണ്ട് സൈഡുകളിലാണ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നത്. അതിനനുസരിച്ച് ഇൻഡ്യൂസ്ഡ് കറണ്ടും. ആദ്യം LM എന്ന സൈഡ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വരും. അപ്പോൾ KN എന്ന സൈഡ് മാഗ്നറ്റിക് ഫീൽഡിന് പുറത്താകും. ആ അവസ്ഥയിൽ LM എന്ന സൈഡ് മാഗ്നറ്റിക് ഫീൽഡിനുള്ളിലും KN എന്ന സൈഡ് മാഗ്നറ്റിക് ഫീൽഡിന് പുറത്തുമായി ആകുന്ന അവസ്ഥയിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകും. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ BLV/R എന്നുള്ളതാണ്. L എന്നുള്ളത് LM എന്ന സൈഡിൻ്റെ ലെങ്ത്ത്. ഇനി LM എന്ന സൈഡും KN എന്ന സൈഡും രണ്ടും മാഗ്നറ്റിക് ഫീൽഡിന് ഉള്ളിലായിരിക്കുമ്പോൾ LM എന്ന സൈഡിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും, KN എന്ന സൈഡിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. രണ്ടും ഉണ്ടാകുന്ന അതേ ഇൻസ്റ്റൻറ്റിൽ ക്യാൻസലായി പോകും. അതുകൊണ്ട് കോയിലിനകത്ത് കറണ്ടൊന്നും ഉണ്ടാകില്ല. LM-ൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യും, അതുപോലെ KN-ലും ഇൻഡ്യൂസ് ചെയ്യും. ആ ഇൻസ്റ്റൻറ്റിൽ അത് ക്യാൻസലായി പോകും. പിന്നെ EMF ഇതിനകത്ത് ലാസ്റ്റ് ചെയ്യുന്നത്, ഇൻഡ്യൂസ് ചെയ്യുന്നത് LM എന്ന സൈഡ് മാഗ്നറ്റിക് ഫീൽഡിന് പുറത്തേക്ക് കടക്കുമ്പോൾ. LM എന്ന സൈഡ് മാഗ്നറ്റിക് ഫീൽഡിന് പുറത്ത് മീൻസ് KN എന്ന സൈഡ് മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ. ആ അവസ്ഥയിലും ഇൻഡ്യൂസ്ഡ് കറണ്ടും ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. ഇൻഡ്യൂസ്ഡ് കറണ്ട് കണ്ടെത്താൻ BLV/R എന്ന ഇക്വേഷനാണ്. നേരത്തെ ഉള്ള അതേ കറണ്ട് തന്നെയാണ് കിട്ടുക. പക്ഷേ കോയിലിലെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷനിൽ വ്യത്യാസം വന്നിട്ടുണ്ടാകും.
ആദ്യം ഏത് ഡയറക്ഷനിലാണോ ഉണ്ടായത്, ആദ്യം മീൻസ് LM എന്ന സൈഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടായത് ഏത് ഡയറക്ഷനിലാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും LM എന്ന സൈഡ് മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാവുക. ഞാൻ ആവർത്തിക്കുന്നു, കോയിൽ മൊത്തം മാഗ്നറ്റിക് ഫീൽഡിനുള്ളിലാണെങ്കിൽ ആ കോയിലിനകത്ത് EMF ഉണ്ടാവില്ല, കറണ്ടും ഉണ്ടാകില്ല, ഉണ്ടാകുന്ന ഇൻസ്റ്റൻറ്റിൽ തന്നെ ക്യാൻസലായി പോകുന്നു. ഇനി KL എന്ന സൈഡിലും NM എന്ന സൈഡിലും മാഗ്നറ്റ് ഇൻഡ്യൂസ്ഡ് EMFോ ഇൻഡ്യൂസ്ഡ് കറണ്ടോ ഉണ്ടാകുന്നില്ല. മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്തു പോകുന്ന LM അതുപോലെ KN ഈ രണ്ട് സൈഡുകളിലാണ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നത്. ഒന്നാമത്തെ ചോദ്യം, എ ലാമ്പ് ഇൻ പാരലൽ വിത്ത് ലാർജ് ഇൻഡക്റ്റൻസ് glows with greater brilliance when AC is switched off. ഒരു ലാമ്പിന് പാരലായിട്ട് ഒരു ഇൻഡക്ടർ ഉണ്ട്, ലാർജ് ഇൻഡക്റ്റൻസ് ഉള്ളത്. അതിലൂടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. AC സ്വിച്ച് ഓഫ് ചെയ്താൽ ഈ ലാമ്പ് ഗ്രേറ്റർ ബ്രില്യൻസിൽ ഗ്ലോ ചെയ്യുന്നു എന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ? ആൻസർ ശരിയാണ്. ആ ഇൻഡക്ടറിലൂടെ പോകുന്ന AC സ്വിച്ച് ഓഫ് ചെയ്താൽ അതിൽ സെൽഫ് ഇൻഡക്ഷൻ മൂലം ഒരു വലിയ ബാക്ക് EMF ഉണ്ടാകുന്നു. ഈ ബാക്ക് EMF കാരണം ആ ലാമ്പിൻ്റെ ബ്രൈറ്റ്നസ് കൂടുന്നു. അത് ഒരല്പനേരത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ബാക്ക് EMF എത്ര നേരമാണോ ലാസ്റ്റ് ചെയ്യുന്നത് അത്രയും സമയം ബ്രൈറ്റ്നസ് കൂടും, നല്ല ബ്രൈറ്റ്നസ് ആയിരിക്കും. പിന്നെ അത് ഗ്രാജുവലി 0 ആയിട്ട് മാറും. അടുത്ത ചോദ്യം വളരെ സിമ്പിളാണ്. സെൽഫ് ഇൻഡക്ഷൻ എന്താണ്? സെൽഫ് ഇൻഡക്ഷൻ്റെ ഡെഫിനിഷൻ എഴുതണം. സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF തന്നിട്ട് സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടെത്താനാണ്. സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF കണ്ടെത്താനുള്ള ഇക്വേഷൻ E=L/di/dt. റീഅറേഞ്ച് ചെയ്താൽ L=edt/di. വാല്യൂ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ 4 വോൾട്ട് എന്ന് കിട്ടും. മൂന്നാമത്തെ ചോദ്യം, 2 കോൺസെൻട്രിക് സർക്കുലർ കോയിൽസ് ഉണ്ട്, Pയും Qയും. അതിൽ പുറമേ കാണുന്ന P എന്ന കോയിൽ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടെത്തേണ്ടത് ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ ദി കോയിൽ Q വെൻ ദി സ്വിച്ച് K ഈസ് ക്ലോസ്ഡ്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സ്വിച്ച് ക്ലോസ് ചെയ്താൽ P എന്ന കോയിലിൽ കറണ്ട് ഉണ്ടാകും. P എന്ന കോയിലിൽ നേരത്തെ കറണ്ട് 0 ആയിരുന്നു. സ്വിച്ച് ക്ലോസ് ചെയ്താൽ കറണ്ട് ഉണ്ടാകും. ആ കറണ്ടിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. കറണ്ട് സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കായിരിക്കും എക്സ്റ്റേണൽ സർക്യൂട്ടിൽ. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് P എന്ന കോയിലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുക എന്ന് മനസ്സിലാകും. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ കറണ്ട് ഇൻക്രീസ് ചെയ്യും. കറണ്ട് ഇൻക്രീസ് ചെയ്താൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യും, ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ക്യൂവിൽ EMF ഉണ്ടാകും. ഫ്ലക്സ് ഇൻക്രീസ് ആയതുകൊണ്ട് ലെൻസിൻ്റെ റൂൾ അനുസരിച്ച് Q എന്ന കോയിലിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF എക്സ്റ്റേണൽ ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുന്ന രൂപത്തിലായിരിക്കും. എക്സ്റ്റേണൽ ഫീൽഡ് P എന്ന കോയിലിലെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള കറണ്ട് കൊണ്ടാണ് ഉണ്ടായത്. അതിനാൽ അതിനെ ഒപ്പോസ് ചെയ്യണമെങ്കിൽ Q എന്ന കോയിലിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന് കറസ്പോണ്ടിങ് ആയ കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരണം. ഞാനൊന്നുകൂടി ആവർത്തിക്കുന്നു. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. P എന്ന കോയിലിലാണ് കറണ്ട് ഉള്ളത്. അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് കറണ്ട്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് പുറമേയുള്ള P എന്ന കോയിലിലെ കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, മീൻസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. രണ്ടാമത്തെ പാർട്ട്, വെൻ ദി സ്വിച്ച് K ഈസ് ഓപ്പൺ ആഫ്റ്റർ സം ടൈം വാട്ട് വിൽ ബി ദി ഡയറക്ഷൻ? ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, മീൻസ് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ
കറണ്ട് ഡിക്രീസ് ആകും. കറണ്ട് ഡിക്രീസ് ആകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് ഫ്ലക്സും ഡിക്രീസ് ആകും. അപ്പോൾ എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും ഇൻഡ്യൂസ്ഡ് കറണ്ട് കൊണ്ടുണ്ടാകേണ്ട മാഗ്നറ്റിക് ഫീൽഡ്. മീൻസ് ഇൻഡ്യൂസ്ഡ് കറണ്ട് മെയിൻ കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും. പിയിലും ക്യൂവിലും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും കറണ്ട് സ്വിച്ച് ഓഫ് ചെയ്യുന്ന അവസരത്തിൽ. അടുത്ത ചോദ്യം, ക്യാൻ വൺ ഹാവ് ആൻ ഇൻഡക്റ്റൻസ് വിതൗട്ട് റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് ഇല്ലാതെ ഇൻഡക്റ്റൻസ് മാത്രമുള്ള ഒരു സർക്യൂട്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന്. ആൻസർ, പറ്റില്ല. കാരണം ഒരു കോയിലിൻ്റെ രൂപത്തിലെടുത്താൽ ഇൻഡക്റ്റൻസ് ഉണ്ടാകും. അങ്ങനെ കോയിലിൻ്റെ രൂപത്തിലെടുക്കുന്ന ആ കണ്ടക്ടറിന് എന്തായിരുന്നാലും ചെറിയ അളവിലെങ്കിലും റെസിസ്റ്റൻസ് ഉണ്ടാകും. രണ്ടാമത് അതിൻ്റെ റിവേഴ്സാണ്, ഹൗ എബൌട്ട് എ റെസിസ്റ്റൻസ് വിതൗട്ട് ഇൻഡക്റ്റൻസ്? കോയിലിൻ്റെ രൂപത്തിൽ എടുത്താലേ ഇൻഡക്റ്റൻസ് ഉണ്ടാകൂ. സ്ട്രെയിറ്റൻ ചെയ്ത് വെച്ചാൽ റെസിസ്റ്റൻസ് ഉണ്ടാകും, പക്ഷെ അവിടെ ഇൻഡക്റ്റൻസ് 0 ആയിരിക്കും. അഞ്ചാമത്തെ ചോദ്യം, വിൽ ആൻ ഇൻഡ്യൂസ്ഡ് കറന്റ് ബി ഓൾവേസ് പ്രൊഡ്യൂസ്ഡ് വെനെവർ ദർ ഇസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ? ഒരു കോയിലുമായിട്ട് ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരുമ്പോൾ എല്ലായ്പ്പോഴും ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകുമോ എന്ന്. ആൻസർ, കോയിലുമായിട്ട് ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്താൽ എല്ലായ്പ്പോഴും ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. ആ കോയിൽ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നതിനോടൊപ്പം ഇൻഡ്യൂസ്ഡ് കറണ്ടും ഉണ്ടാകും. ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകണമെങ്കിൽ ക്ലോസ്ഡ് സർക്യൂട്ടിലായിരിക്കണം കോയിൽ കണക്ട് ചെയ്തിരിക്കേണ്ടത്. ഒന്നാമത്തെ ചോദ്യത്തിൽ 2 കോയിലുകളാണ് പിയും എസും. പി എന്ന കോയിലിലേക്ക് ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്, കൂടെ ഒരു വേരിയബിൾ റെസിസ്റ്ററുമുണ്ട്. കണ്ടെത്തേണ്ടത് എസ് എന്ന കോയിലിൽ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷനാണ്. ഏത് ഡയറക്ഷനിലാണ് എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനും വേണം. 3 കേസുകൾ. ആദ്യത്തേത്, പി എന്ന കോയിലിലെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്താൽ നമുക്കറിയാം പി എന്ന കോയിലിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഡിക്രീസ് ആകും. അങ്ങനെ പിയിലെ കറണ്ട് ഡിക്രീസ് ആകുമ്പോൾ അതിൻ്റെ സറൗണ്ടിങ്സിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും ഫ്ലക്സും ചേഞ്ച് ആകും, ഡിക്രീസ് ആകും. ഓട്ടോമാറ്റിക്കലി എസ് എന്ന നൈബറിംഗ് കോയിലിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നടന്ന് EMF ഉണ്ടാകും, കറണ്ടും ഉണ്ടാകും. ഇനി ലെൻസിൻ്റെ റൂൾ അടിസ്ഥാനമാക്കി ചിന്തിച്ചാൽ പി എന്ന കോയിലിലെ കറണ്ട് കുറയുന്നു, മാഗ്നറ്റിക് ഫീൽഡ് കുറയുന്നു, മാഗ്നറ്റിക് ഫ്ലക്സ് കുറയുന്നു. ചേഞ്ച് ഇൻ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന രൂപത്തിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു. മീൻസ് പി എന്ന കോയിലിലെ കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും എസ് എന്ന കോയിലിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട്. കാരണം ഫീൽഡും ഫ്ലക്സും ഡിക്രീസ് ചെയ്യുകയാണ്. ഇനി രണ്ടാമത്, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്താൽ നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ്, പി എന്ന കോയിലിലെ കറണ്ട് ഇൻക്രീസ് ആകുന്നു. കറണ്ട് ഇൻക്രീസ് ആയാൽ മാഗ്നറ്റിക് ഫീൽഡും ഫ്ലക്സും ഇൻക്രീസ് ആകുന്നു. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു. ഇൻഡ്യൂസ്ഡ് EMF ലെൻസിൻ്റെ റൂൾ അനുസരിച്ച് ചേഞ്ച് ഇൻ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്നു. കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതാണ് ഫ്ലക്സ് ചേഞ്ചിന് കാരണം. അപ്പോൾ പിയിലെ കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇൻഡ്യൂസ്ഡ് കറണ്ട്. മൂന്നാമത്തെ പാർട്ട് ചോദ്യം, റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്താൽ, പി എന്ന കോയിലുമായിട്ട് കണക്ട് ചെയ്ത റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചാൽ പി എന്ന കോയിലിലെ കറണ്ടിൽ വ്യത്യാസം വരില്ല. പിക്ക് സറൗണ്ടിങ്സിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിലോ ഫ്ലക്സിലോ വ്യത്യാസം വരില്ല. അതിനാൽ നൈബറിംഗ് കോയിലായ എസ്സിൽ EMF ഇൻഡ്യൂസ് ചെയ്യില്ല, കറണ്ടും ഉണ്ടാകില്ല. രണ്ടാമത്തെ ചോദ്യം, ഒരു മാഗ്നറ്റ് ഒരു കോയിലിനുള്ളിലൂടെ താഴേക്ക് വീഴുന്നതാണ് അണ്ടർ ദി ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി. മാഗ്നറ്റ് താഴേക്ക് വരുന്നു, കുറച്ച് സമയം കഴിയുമ്പോൾ അതൊരു കോയിലിനുള്ളിലൂടെ കടന്നു പോകുന്നു. പ്ലോട്ട് എ ഗ്രാഫ് ഷോയിങ് ദി വേരിയേഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF വിത്ത് ടൈം. ചിത്രം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. മാഗ്നറ്റ് വന്ന്
ആദ്യം കോയിലിനുള്ളിലേക്ക് പ്രവേശിച്ച് കോയിലിനുള്ളിലൂടെ അത് താഴേക്ക് കോയിലിന് പുറത്തേക്ക് പോവുകയാണ് എന്ന്. മാഗ്നറ്റ് കോയിലിനടുത്തേക്ക് വരുമ്പോൾ കോയിലിലെ ഫ്ലക്സ് ഇൻക്രീസ് ആകുന്നു, കോയിലിൽ EMF ഉണ്ടാകുന്നു. അങ്ങനെ കോയിലിൽ ഉണ്ടാകുന്ന EMF മാക്സിമം ആകുന്നത് സ്ക്രീനിൽ ഇടതുവശത്തായിട്ട് കാണുന്ന ചിത്രത്തിൽ ഉള്ള അവസ്ഥയിലെത്തുമ്പോഴാണ്. അതായത് മാഗ്നറ്റിൻ്റെ കുറച്ച് ഭാഗം കോയിലിന് പുറത്തും കുറച്ച് ഭാഗം കോയിലിനുള്ളിലും വരുന്ന ഇൻസ്റ്റൻറ്റിലാണ് ഇൻഡ്യൂസ്ഡ് EMF മാക്സിമം വരുന്നത്. രണ്ടാമത് കാണുന്ന ചിത്രത്തിലുള്ള അവസ്ഥയിലെത്തിയാൽ, അതായത് മാഗ്നറ്റ് മൊത്തമായിട്ട് കോയിലിൻ്റെ സെൻറ്ററിലെത്തുന്ന അവസ്ഥയിൽ, മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് വരാത്തതിനാൽ ഇൻഡ്യൂസ്ഡ് EMFും ഇൻഡ്യൂസ്ഡ് കറണ്ടും 0 ആയിരിക്കും. മൂന്നാമത്തെ ചിത്രത്തിൽ കാണുന്ന പോലെ മാഗ്നറ്റിൻ്റെ കുറച്ച് ഭാഗം കോയിലിനുള്ളിലും കുറച്ച് ഭാഗം പുറത്തും, ആ അവസ്ഥയിൽ വീണ്ടും ഇൻഡ്യൂസ്ഡ് EMFും ഇൻഡ്യൂസ്ഡ് കറണ്ടും മാക്സിമം ആകും. നമ്മൾ ആദ്യത്തെ ചിത്രത്തിന് കറസ്പോണ്ടിങ് ആയ സ്റ്റേറ്റിൽ ഉള്ള അതേ കറണ്ട് ആയിരിക്കും, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ചുരുക്കത്തിൽ ഈ മാഗ്നറ്റ് കോയിലിനുള്ളിലേക്ക് വരുന്നതിനനുസരിച്ച്, കോയിലിനടുത്തേക്ക് വരുന്നതിനനുസരിച്ച് ഇൻഡ്യൂസ്ഡ് EMFും ഇൻഡ്യൂസ്ഡ് കറണ്ടും ഇൻക്രീസ് ചെയ്ത് വരുന്നു, മാക്സിമത്തിലെത്തുന്നു. ഡിക്രീസ് ചെയ്ത് 0 ആകുന്നു. ഡിക്രീസ് ചെയ്ത് 0 ആകുന്നത് മാഗ്നറ്റ് മുഴുവനായിട്ട് കോയിലിൻ്റെ സെൻറ്ററിലെത്തുന്ന ഇൻസ്റ്റൻറ്റിലാണ്. സെൻറ്ററിൽ നിന്നും താഴേക്ക് പോകുന്നതിനനുസരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്ത് വരുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാക്സിമം വരുന്നത് പാതി വെളിയിലും പാതി ഉള്ളിലുമാകുന്ന അവസ്ഥയിലാണ്. പിന്നെ അത് കുറഞ്ഞ് 0 ആകുന്നു. ഗ്രാഫ് വരച്ചാൽ സ്ക്രീനിൽ കാണുന്ന പോലെയാണ് EMFും ടൈമും തമ്മിലുള്ള ഗ്രാഫ് ഉണ്ടാവുക. ഈ ഗ്രാഫ് എൻക്ലോസ് ചെയ്യുന്ന ഏരിയ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നതാണ് അടുത്ത ചോദ്യം. ഒരു ഗ്രാഫിനടിയിലുള്ള ഏരിയ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയുടെ പേര് കണ്ടെത്താൻ നമ്മൾ ചെയ്യേണ്ടത് y ആക്സിസിലെടുത്ത ക്വാണ്ടിറ്റിയും എക്സിലെടുത്ത ക്വാണ്ടിറ്റിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. EMF ഇൻറ്റു ടൈം എന്നാണ് വരിക. അത് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ആയിരിക്കും. EMF എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. EMF ഈക്വൽ ടു ചേഞ്ച് ഇൻ ഫ്ലക്സ് ബൈ ടൈം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ EMF ഇൻറ്റു ടൈം ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പോൾ ഇത് എൻക്ലോസ് ചെയ്യുന്ന ഏരിയ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ചേഞ്ചിനെ റെപ്രസെൻ്റ് ചെയ്യും. മൂന്നാമത്തെ ചോദ്യം, ഒരു സർഫസ് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിട്ടുണ്ട്. അതിലെ ഫ്ലക്സ് മാക്സിമം ആകുന്നത് എപ്പോൾ, മിനിമം ആകുന്നത് എപ്പോൾ? സർഫസിൻ്റെ ഏരിയ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഫ്ലക്സ് മാക്സിമം ആകും, പാരലൽ ആകുമ്പോൾ ഫ്ലക്സ് 0 ആകും. സ്ക്രീനിൽ കാണുന്ന പോലെയാണ് ഫിഗർ വരച്ചു കൊടുക്കേണ്ടത്. നാലാമത്തെ ചോദ്യം വളരെ സിമ്പിളാണ്. അതിൻ്റെ ഡെറിവേഷൻ നമ്മൾ നടത്തിയതാണ്. Calculate the rate at which the flux linked with the generated area changes with the time when a rod of length L is translated and rotated in a uniform magnetic field of induction as in the figure. ഇപ്പോൾ ആദ്യ ഫിഗറിൽ ലീനിയർ മോഷനാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ കണ്ടക്ടറിൻ്റെ അല്ലെങ്കിൽ ആ റോഡിൻ്റെ വെലോസിറ്റി റോഡിൻ്റെ ലെങ്ത്തിന് പാരലലുമല്ല പെർപെൻഡിക്കുലറുമല്ല. റോഡിൻ്റെ വെലോസിറ്റി റോഡിൻ്റെ ലെങ്ത്തിന് പാരലലാണെങ്കിൽ EMF ഇൻഡ്യൂസ് ചെയ്യില്ല. റോഡിൻ്റെ വെലോസിറ്റി റോഡിൻ്റെ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ EMF ഇൻഡ്യൂസ് ചെയ്യും. BLV എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാണ് കണ്ടെത്തുക. ഇവിടെ നെയ്തർ പാരലൽ നോർ പെർപെൻഡിക്കുലർ ആയതിനാൽ നമ്മൾ ചെയ്യേണ്ടത് വെലോസിറ്റിയെ 2 കമ്പോണൻസ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. തന്നിട്ടുള്ള ആംഗിളിനെ അടിസ്ഥാനമാക്കി V cos തീറ്റ എന്നുള്ളത് കണ്ടക്ടറിൻ്റെ ലെങ്ത്തിന് പാരലലായിട്ടും V sin തീറ്റ എന്നുള്ളത് കണ്ടക്ടറിൻ്റെ ലെങ്ത്തിന് പെർപെൻഡിക്കുലറായിട്ടും വരും. എന്നിട്ട് കണ്ടക്ടറിൻ്റെ ലെങ്ത്തിന് പെർപെൻഡിക്കുലറായ കമ്പോണൻ്റാണ് BLV എന്ന ഇക്വേഷനിൽ വിക്ക് പകരം എടുക്കേണ്ടത്. ചുരുക്കത്തിൽ ആദ്യ കേസിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF BLV sin തീറ്റ. BLV sin തീറ്റ. വെലോസിറ്റി കണ്ടക്ടറിൻ്റെ ലെങ്ത്തിന് നെയ്തർ പാരലൽ നോർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ കമ്പോണൻസ് ആക്കണം. ഏത് കമ്പോണൻ്റ് എടുക്കണം?
കണ്ടക്ടറിൻ്റെ ലെങ്ത്തിന് പെർപെൻഡിക്കുലറായ വെലോസിറ്റിയുടെ കമ്പോണൻ്റ് എടുത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ടാമത്തെ കേസ് റൊട്ടേഷനാണ്. ഹാഫ് BR² എന്ന രൂപത്തിലാണ് ഇൻഡ്യൂസ്ഡ് EMF കണ്ടെത്തുന്നത്. അഞ്ചാമത്തെ ചോദ്യം വളരെ സിമ്പിളാണ്. സെൽഫ് ഇൻഡക്ഷൻ്റെ ഡെഫിനിഷൻ എഴുതാനും സെൽഫ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് തന്നിട്ടുണ്ട്, സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടെത്താനും നേരത്തെ നമ്മൾ ചെയ്തതിന് സിമിലർ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇത്.